ഹോൾ ടിക്കറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ സിലബസിലുള്ള ഒരു കോമൺ ടോപ്പിക് ആണ്. ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ് ഇവയുടെ വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, ഇതര വസ്തുതകൾ ഇവയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് ഗുരുദത്ത് സോന്തി. ഗുരുദത്ത് സോന്തിയാണ് ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഏഷ്യൻ ഗെയിംസിന് ആപ്തവാക്യവും ചിഹ്നവും തയ്യാറാക്കിയത് ഗുരുദത്ത് സോന്തി. ഗുരുദത്ത് സോന്തിയാണ് ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യവും ചിഹ്നവും തയ്യാറാക്കിയത്. ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക നാമം ഏഷ്യാഡ്. ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക നാമമാണ് ഏഷ്യാഡ്. 4 വർഷത്തിലൊരിക്കലാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കുന്നത് ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ. ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ ആണ് ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കുന്നത്. ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷന്റെ ആസ്ഥാനം സിംഗപ്പൂർ. സിംഗപ്പൂരാണ് ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷന്റെ ആസ്ഥാനം. ആദ്യ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് ആദ്യ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം. ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിലാണ് ആദ്യ ഏഷ്യൻ ഗെയിംസ് നടന്നത്. ആദ്യ ഏഷ്യൻ ഗെയിംസ് നടന്നത് 1951. 1951 മാർച്ച് 4 മുതൽ 11 വരെയാണ് ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത്. ആദ്യ ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ആദ്യ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത്. ആദ്യ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത രാജ്യങ്ങൾ 11 രാജ്യങ്ങളാണ് ആദ്യ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തത്. ആദ്യ ഏഷ്യൻ ഗെയിംസിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് ജപ്പാൻ. ജപ്പാനാണ് ആദ്യ ഏഷ്യൻ ഗെയിംസിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. 2ാം സ്ഥാനം ഇന്ത്യക്കായിരുന്നു. ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യ വേദിയായത് 1951, 1982. 1951ലും 1982ലുമാണ് ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യ വേദിയായത്. പ്രഥമ ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം അപ്പു എന്ന ആന. അപ്പു എന്ന ആനയാണ് പ്രഥമ ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം. ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യം എപ്പോഴും മുന്നോട്ട്, എവർ ഓൺവേർഡ്സ്. എപ്പോഴും മുന്നോട്ട് അല്ലെങ്കിൽ എവർ ഓൺവേർഡ്സ് എന്നതാണ് ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യം. ഏഷ്യൻ ഗെയിംസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഏഷ്യൻ ഗെയിംസിന് ഏറ്റവും കൂടുതൽ തവണ വേദിയായ നഗരം ബാങ്കോക്ക്. തായ്ലൻഡിലെ ബാങ്കോക്ക് ആണ് ഏഷ്യൻ ഗെയിംസിന് ഏറ്റവും കൂടുതൽ തവണ വേദിയായ നഗരം. 2ാം ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം മനില. മനിലയാണ് 2ാം ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കമൽജിത്ത് സന്ധു. കമൽജിത്ത് സന്ധു ആണ് ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത. ഏഷ്യാഡിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത ഏഞ്ചൽ മേരി. ഏഞ്ചൽ മേരിയാണ് ഏഷ്യാഡിൽ മെഡൽ നേടിയ ആദ്യത്തെ മലയാളി വനിത. ഏഷ്യൻ ഗെയിംസിന് വേദിയായ ആദ്യ അറബ് രാഷ്ട്രം ഖത്തർ. ഖത്തർ ആണ് ഏഷ്യൻ ഗെയിംസിന് വേദിയായ ആദ്യത്തെ അറബ് രാഷ്ട്രം. 2006ലാണ് ഖത്തർ ഏഷ്യൻ ഗെയിംസിന് വേദിയായത്. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി TC യോഹന്നാൻ. TC യോഹന്നാൻ ആണ് 1974 ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ മലയാളി. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത MD വത്സമ്മ. MD വത്സമ്മയാണ് 1982 ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ മലയാളി വനിത. ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ മലയാളി അത്ലറ്റ് PT ഉഷ. PT ഉഷയാണ് ഒരു ഏഷ്യൻ ഗെയിംസിലെ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ മലയാളിയായ അത്ലറ്റ്. 11 മെഡലാണ് PT ഉഷ നേടിയത്. 2022 ഏഷ്യൻ ഗെയിംസിന്റെ വേദി ഹാങ്ഷു.
ചൈനയിലെ ഹാങ്ഷു ആണ് 2022 ഏഷ്യൻ ഗെയിംസിന്റെ വേദി. 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദിയാണ് ജപ്പാനിലെ നഗോയ. കോമൺവെൽത്ത് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന കായികമേള. കോമൺവെൽത്ത് ഗെയിംസ്. കോമൺവെൽത്ത് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന കായികമേളയാണ് കോമൺവെൽത്ത് ഗെയിംസ് എന്നറിയപ്പെടുന്നത്. കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് ആഷ്ലി കൂപ്പർ. ആഷ്ലി കൂപ്പർ ആണ് കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ മുൻഗാമി. ബ്രിട്ടീഷ് എംപയർ ഗെയിംസ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് ആണ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ ആപ്തവാക്യം ഹ്യൂമാനിറ്റി, ഇക്വാലിറ്റി, ഡെസ്റ്റിനി. ഹ്യൂമാനിറ്റി, ഇക്വാലിറ്റി, ഡെസ്റ്റിനി എന്നതാണ് കോമൺവെൽത്ത് ഗെയിംസിന്റെ ആപ്തവാക്യം. ഏത് ഗെയിംസിലെ മികച്ച പ്രകടനത്തിന് കായിക താരങ്ങൾക്ക് നൽകുന്നതാണ് ഡേവിഡ് ഡിക്സൺ അവാർഡ്? കോമൺവെൽത്ത് ഗെയിംസ്. കോമൺവെൽത്ത് ഗെയിംസിലെ മികച്ച പ്രകടനത്തിന് കായിക താരങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് ഡേവിഡ് ഡിക്സൺ അവാർഡ്. ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്ന വർഷം 1930. 1930 ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഹാമിൽട്ടൺ. കാനഡയിലെ ഹാമിൽട്ടൺ ആണ് ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി. കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായ ആദ്യ ഏഷ്യൻ നഗരം കോലാലംപൂർ. കോലാലംപൂർ ആണ് കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായ ആദ്യ ഏഷ്യൻ നഗരം. 1998 കോലാലംപൂർ ഏഷ്യൻ ഗെയിംസിന് വേദിയായത്. കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് 4 വർഷത്തിൽ ഒരിക്കലാണ്. കോമൺവെൽത്ത് ഗെയിംസിന് ഏറ്റവും കൂടുതൽ തവണ വേദി ഒരുക്കിയ രാജ്യങ്ങൾ കാനഡ, ഓസ്ട്രേലിയ. കാനഡയും ഓസ്ട്രേലിയയുമാണ് കോമൺവെൽത്ത് ഗെയിംസിന് ഏറ്റവും കൂടുതൽ തവണ വേദി ഒരുക്കിയ രാജ്യങ്ങൾ. 4 തവണയാണ് കാനഡയും ഓസ്ട്രേലിയയും കോമൺവെൽത്ത് ഗെയിംസിന് വേദിയൊരുക്കിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ബ്രിട്ടീഷ് കോളനി അല്ലാത്ത രാജ്യം സൈപ്രസ്. സൈപ്രസ് ആണ് കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ബ്രിട്ടീഷ് കോളനി അല്ലാത്ത രാജ്യം. ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത കോമൺവെൽത്ത് ഗെയിംസ് 1934. 1934 ലണ്ടനിലാണ് ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത കോമൺവെൽത്ത് ഗെയിംസ്. 1934 ലണ്ടൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം 12 ആയിരുന്നു. കോമൺവെൽത്ത് ഗെയിംസിൽ നിന്ന് പുറത്തായ ആദ്യ രാജ്യം നൈജീരിയ. നൈജീരിയയാണ് കോമൺവെൽത്ത് ഗെയിംസിൽ നിന്ന് പുറത്തായ ആദ്യ രാജ്യം. കോമൺവെൽത്ത് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ തവണ ജേതാക്കളായ രാജ്യം ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് കോമൺവെൽത്ത് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ തവണ ജേതാക്കളായത്. 12 തവണയാണ് ഓസ്ട്രേലിയ ജേതാക്കളായത്. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ റഷീദ് അൻവർ. റഷീദ് അൻവർ ആണ് 1934 കോമൺവെൽത്ത് ഗെയിംസിൽ റെസ്ലിംഗ് വിഭാഗത്തിൽ മെഡൽ നേടിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് മിൽഖ സിംഗ്. മിൽഖ സിംഗ് ആണ് 1958 കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയത്. പറക്കും സിംഗ് എന്നറിയപ്പെടുന്നത് മിൽഖ സിംഗ് ആണ്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത അഞ്ജു ബോബി ജോർജ്. അഞ്ജു ബോബി ജോർജ് ആണ് മാഞ്ചസ്റ്റർ ഗെയിംസിൽ 2002 മാഞ്ചസ്റ്റർ ഗെയിംസിൽ ലോങ് ജമ്പിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ മിൽഖ സിംഗിന് ശേഷം 400 മീറ്റർ ഫൈനലിന് യോഗ്യത നേടിയ ഇന്ത്യൻ താരമാണ് മുഹമ്മദ് അനസ്. കോമൺവെൽത്ത് ഗെയിംസിൽ പാരാലിമ്പിക് ഇനത്തിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം സച്ചിൻ ചൗധരി. സച്ചിൻ ചൗധരിയാണ് കോമൺവെൽത്ത് ഗെയിംസിൽ പാരാലിമ്പിക് ഇനത്തിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം. കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം അനീഷ് ബൻവാല. അനീഷ് ബൻവാലയാണ് കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം. ഷൂട്ടിംഗ് 25 മീറ്റർ റാപ്പിഡ് ഫയർ പിസ്റ്റൾ വിഭാഗത്തിലാണ് അനീഷ് ബൻവാല സ്വർണം നേടിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം നീരജ് ചോപ്ര. നീരജ് ചോപ്രയാണ് കോമൺവെൽത്ത് ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം.
കോമൺവെൽത്ത് ഗെയിംസിൽ ചരിത്രത്തിൽ ആദ്യമായി വുമൺ സിംഗിൾസ് ടേബിൾ ടെന്നീസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത മണിക ബത്ര. മണിക ബത്രയാണ് കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായി വുമൺ സിംഗിൾസ് ടേബിൾ ടെന്നീസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത. 2018 കോമൺവെൽത്ത് ഗെയിംസിന്റെ ആപ്തവാക്യം ഷെയർ ദ ഡ്രീം. ഷെയർ ദ ഡ്രീം എന്നതാണ് 2018 കോമൺവെൽത്ത് ഗെയിംസിന്റെ ആപ്തവാക്യം. 71 രാജ്യങ്ങളാണ് 2018 കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തത്. കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹനത്തിൽ സ്വർണം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ദീപക് ലാത്തർ. ദീപക് ലാത്തർ ആണ് കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹനത്തിൽ സ്വർണം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം. 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ബർമിംഗ്ഹാം. ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം ആണ് 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി. 2018 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദിയായിരുന്നു ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റ്. 2014 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ ആയിരുന്നു. കോമൺവെൽത്തിൽ മെഡൽ നേടുന്ന ആദ്യ കേരളീയൻ സുരേഷ് ബാബു. സുരേഷ് ബാബു ആണ് 1978 എഡ്മണ്ടൺ കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പ് വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ആദ്യ കേരളീയൻ. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ അല്ലെങ്കിൽ മലയാളി വനിത അഞ്ജു ബോബി ജോർജ് ആണ്. ഏഷ്യ, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള അത്ലറ്റുകൾ തമ്മിൽ മത്സരിക്കുന്ന കായികമേള ആഫ്രോ ഏഷ്യൻ ഗെയിംസ്. ഏഷ്യ, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള അത്ലറ്റുകൾ തമ്മിൽ മത്സരിക്കുന്ന കായികമേളയാണ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ്. ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷം 2003. 2003 ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നത്. ഒരേ ഒരു തവണ മാത്രമേ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നിട്ടുള്ളൂ. ആഫ്രോ ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച പട്ടണം ഹൈദരാബാദ്. ഹൈദരാബാദ് ആണ് ആഫ്രോ ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച പട്ടണം. ആഫ്രോ ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽ നേടിയ രാജ്യം ചൈന. ചൈനയാണ് ഏറ്റവും അധികം മെഡൽ നേടിയ രാജ്യം. 2ാം സ്ഥാനം ലഭിച്ചത് ഇന്ത്യക്കാണ്. 3ാം സ്ഥാനം ജപ്പാനാണ്. ആഫ്രോ ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിലെ മുഖ്യ അതിഥിയായിരുന്നു APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മെഡൽ നില എന്ന് പറയുന്നത് 19 സ്വർണവും 31 വെള്ളിയും 21 വെങ്കലവുമാണ് ആഫ്രോ ഏഷ്യൻ ഗെയിംസില് ഇന്ത്യക്ക് ലഭിച്ചത്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ അത്ലറ്റുകൾ തമ്മിൽ മത്സരിക്കുന്ന കായികമേള സാഫ് ഗെയിംസ്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ അത്ലറ്റുകൾ തമ്മിൽ മത്സരിക്കുന്ന കായികമേളയാണ് സാഫ് ഗെയിംസ്. സാഫ് ഗെയിംസ് സംഘടിപ്പിക്കാൻ കാരണമായ സംഘടന സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ. സാർക്ക് ആണ് സാഫ് ഗെയിംസ് സംഘടിപ്പിക്കാൻ കാരണമായ സംഘടന. പ്രഥമ സൗത്ത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി കാഠ്മണ്ഡു. നേപ്പാളിലെ കാഠ്മണ്ഡു ആണ് പ്രഥമ സൗത്ത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി. 1984 പ്രഥമ സൗത്ത് ഏഷ്യൻ ഗെയിംസ് നടന്നത്. സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ സൗത്ത് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് മാറ്റാൻ തീരുമാനിച്ച വർഷം 2004. 2004 സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ സൗത്ത് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് മാറ്റാൻ തീരുമാനിച്ചത്. സൗത്ത് ഏഷ്യൻ ഗെയിംസ് മുൻപ് അറിയപ്പെട്ടിരുന്നത് സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസ്, അതായത് സാഫ് ഗെയിംസ് എന്ന പേരിലായിരുന്നു. സൗത്ത് ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയിൽ നടന്ന വർഷങ്ങൾ 1987, 1995, 2016. 1987 കൽക്കട്ടയിലും 1995 മദ്രാസിലും 2016 ഗുവാഹത്തിയിലും ഷില്ലോങ്ങിലുമാണ് സൗത്ത് ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയിൽ നടന്നത്. 2019 സൗത്ത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി കാഠ്മണ്ഡു, പൊക്കാറ. നേപ്പാളിലെ കാഠ്മണ്ഡു പൊക്കാറയുമായിരുന്നു 2019 സൗത്ത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി. മെഡൽ നിലയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഇന്ത്യ. 2019 13ാമത് സൗത്ത് ഏഷ്യൻ ഗെയിംസിലെ 1ാം സ്ഥാനം നേടിയ രാജ്യമാണ് ഇന്ത്യ. 312 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. 2ാം സ്ഥാനം നേപ്പാളിനും 3ാം സ്ഥാനം ശ്രീലങ്കയിലുമായിരുന്നു.
7 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാലദ്വീപ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നീ 7 രാജ്യങ്ങളാണ് 2019 സൗത്ത് ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തത്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് ഗുരുദത്ത് സോന്തി. ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക നാമം ഏഷ്യാഡ്. ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കുന്നത് ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ. ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷന്റെ ആസ്ഥാനം സിംഗപ്പൂർ. ആദ്യ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം ന്യൂഡൽഹി. ആദ്യ ഏഷ്യൻ ഗെയിംസ് നടന്നത് 1951 മാർച്ച് 4 മുതൽ 11 വരെ. ആദ്യ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആദ്യ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത രാജ്യങ്ങൾ 11. ആദ്യ ഏഷ്യൻ ഗെയിംസിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് ജപ്പാൻ. 2-ാം സ്ഥാനം ഇന്ത്യക്കായിരുന്നു. ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യ വേദിയായത് 1951 1982. പ്രഥമ ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം അപ്പു എന്ന ആന. ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യം എപ്പോഴും മുന്നോട്ട് അല്ലെങ്കിൽ എവർ ഓൺവേർഡ്സ്. ഏഷ്യൻ ഗെയിംസിന് ഏറ്റവും കൂടുതൽ തവണ വേദിയായ നഗരം തായ്ലൻഡിലെ ബാങ്കോക്ക്. 2-ാം ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം മനില. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കമൽജിത്ത് സന്ധു. ഏഷ്യൻ ഗെയിംസിന് വേദിയായ ആദ്യ അറബ് രാഷ്ട്രം ഖത്തർ. 2022 ഏഷ്യൻ ഗെയിംസിന്റെ വേദി ചൈനയിലെ ഹാങ്ഷു. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി TC യോഹന്നാൻ. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത MD വത്സമ്മ. ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ മലയാളി അത്ലറ്റ് PT ഉഷ. കോമൺവെൽത്ത് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന കായികമേള കോമൺവെൽത്ത് ഗെയിംസ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് ആഷ്ലി കൂപ്പർ. കോമൺവെൽത്ത് ഗെയിംസിന്റെ മുൻഗാമി ബ്രിട്ടീഷ് എംപയർ ഗെയിംസ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ ആപ്തവാക്യം ഹ്യൂമാനിറ്റി, ഇക്വാലിറ്റി, ഡെസ്റ്റിനി. ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്ന വർഷം 1930. ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി കാനഡയിലെ ഹാമിൽട്ടൺ. കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായ ആദ്യ ഏഷ്യൻ നഗരം ക്വാലാലംപൂർ. കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായ 2-ാമത്തെ ഏഷ്യൻ നഗരമാണ് ന്യൂഡൽഹി. കോമൺവെൽത്ത് ഗെയിംസിന് ഏറ്റവും കൂടുതൽ തവണ വേദി ഒരുക്കിയ രാജ്യങ്ങൾ കാനഡയും ഓസ്ട്രേലിയയും 4 തവണ വീതം. ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത കോമൺവെൽത്ത് ഗെയിംസ് 1934 ലണ്ടൻ ഗെയിംസ്. കോമൺവെൽത്ത് ഗെയിംസിൽ നിന്ന് പുറത്തായ ആദ്യ രാജ്യം നൈജീരിയ. കോമൺവെൽത്ത് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ തവണ ജേതാക്കളായ രാജ്യം ഓസ്ട്രേലിയ. 12 തവണയാണ് ഓസ്ട്രേലിയ ജേതാക്കളായത്. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ റഷീദ് അൻവർ. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് മിൽഖ സിംഗ്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത അഞ്ജു ബോബി ജോർജ്. കോമൺവെൽത്ത് ഗെയിംസിൽ പാരാലിമ്പിക് ഇനത്തിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം സച്ചിൻ ചൗധരി. കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം അനീഷ് ബൻവാല. കോമൺവെൽത്ത് ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം നീരജ് ചോപ്ര. കോമൺവെൽത്ത് ഗെയിംസിൽ ചരിത്രത്തിൽ ആദ്യമായി വുമൺ സിംഗിൾസ് ടേബിൾ ടെന്നീസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത മണിക ബത്ര. 2018 കോമൺവെൽത്ത് ഗെയിംസിന്റെ ആപ്തവാക്യം ഷെയർ ദ ഡ്രീം. 2018 കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 71. കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹനത്തിൽ സ്വർണം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ദീപക് ലാത്തർ. 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം. കോമൺവെൽത്തിൽ മെഡൽ നേടുന്ന ആദ്യ കേരളീയൻ സുരേഷ് ബാബു. ഏഷ്യ, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള അത്ലറ്റുകൾ തമ്മിൽ മത്സരിക്കുന്ന കായികമേള ആഫ്രോ ഏഷ്യൻ ഗെയിംസ്. ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷം 2003. ആഫ്രോ ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച പട്ടണം
ഹൈദരാബാദ്. ആഫ്രോ ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽ നേടിയ രാജ്യം ചൈന. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ അത്ലറ്റുകൾ തമ്മിൽ മത്സരിക്കുന്ന കായികമേള സാഫ് ഗെയിംസ്. സാഫ് ഗെയിംസ് സംഘടിപ്പിക്കാൻ കാരണമായ സംഘടന സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ. പ്രഥമ സൗത്ത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി നേപ്പാളിലെ കാഠ്മണ്ഡു. സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ സൗത്ത് ഏഷ്യൻ ഗെയിംസ് എന്ന് പേര് മാറ്റാൻ തീരുമാനിച്ച വർഷം 2004. സൗത്ത് ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയിൽ നടന്ന വർഷങ്ങൾ 1987, 1995, 2016. 2019 സൗത്ത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി കാഠ്മണ്ഡു, പൊക്കാറ. നേപ്പാളിലെ കാഠ്മണ്ഡുവും പൊക്കാറയും. 2019 സൗത്ത് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നിലയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഇന്ത്യ.